ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുമായിട്ടാണ്. അതിനുവേണ്ടി 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നാരങ്ങയുടെ നീര്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 അവർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരി നോക്കാം. 500 ഗ്രാം അരിയുമാണ് അതിന് എടുത്തിരിക്കുന്നത്, ബാസ്മതി റൈസ്. അത് കഴുകി അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ജാതിപത്രി, ബേ ലീഫ്, ഇലാച്ചി പൊട്ടിച്ചത്, ഗ്രാമ്പൂവ്, കറുവപ്പട്ട, 1 നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് വെന്താൽ മതി. ഇത് ഒരു 6 പേർക്ക് കഴിക്കാവുന്ന ചോറിന് റെഡിയാകും, ബിരിയാണിക്ക് റെഡിയാകും. കൈകൊണ്ട് തൊട്ടാൽ ഒന്ന് പൊട്ടത്തക്ക രീതിയിൽ ആയാൽ മതി. ഇതിനെ കോരി മാറ്റി എടുത്ത് വെക്കാം. കോരി മാറ്റി വെച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 കപ്പ് 2 സ്പൂണോളം കാണും പറങ്ങാണ്ടി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആയതിന് ശേഷം 1/2 കപ്പ് മുന്തിരിങ്ങയും ഇട്ട് കൊടുത്ത് അതും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അത് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഉള്ളി വറുത്ത് കോരിയെടുക്കാം. അതിനുവേണ്ടി 2 സവാളയാണ് നീളത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കൈകൊണ്ടൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കണം, ഇട്ട് കൊടുത്ത് ഉടനെ സ്പൂണിട്ട് ഇളക്കരുത്. വെള്ളം ഇറങ്ങുന്ന സമയമാണ്, അന്നേരം കുഴഞ്ഞു പോവും, ക്രിസ്പി ആകത്തില്ല. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും. അതിപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കതിനെ വറുത്ത് കോരി മാറ്റിയെടുത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇറച്ചി വേവിക്കാനുള്ളത് നോക്കാം. 1 ബേ ലീഫ്, ജാതിപത്രി, കറുവപ്പട്ട, 4 ഗ്രാമ്പൂവ്, 2 ഇലാച്ചി പൊട്ടിച്ചത്, 2 സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം, വെള്ളം വറ്റുന്നിടം വരെ. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മസാല വേണ്ടിയവർക്ക് ഇതിലും കൂടുതലിടാം, പക്ഷേ ഇതിന് ഇത്രയേ ഉള്ളൂ ആവശ്യം. ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്കിതിനോട്ട് 3/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് 20 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇറച്ചിയും ചോറും എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റിയെടുക്കാം, സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വെന്ത ഇറച്ചിയിട്ട് കൊടുത്ത് ഒരു ലെയറാക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് വെന്ത ചോറും ഇട്ട് കൊടുത്ത് ഇത് 2 ലെയറായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 1 ലെയറിന് മുകളിൽ നമുക്കിച്ചിരി പുതിനയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിലും ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലെയർ ഇവിടെ ശരിയാകും. അതുപോലെ തന്നെ മറ്റേ ലെയറും നമുക്കിവിടെ ശരിയാക്കിയെടുക്കാം. രണ്ട് ലെയർ ഇവിടെ ശരിയായിട്ടുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മണത്തിന് വേണ്ടി പൈനാപ്പിൾ എസൻസ് 4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു കളറിന് കിട്ടാൻ വേണ്ടി കേസർ 2 സ്പൂൺ പാലിൽ കലർത്തിയത് ഒഴിച്ചു കൊടുക്കാം. കേസർ അല്ലെങ്കിൽ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയാലും മതിയാവും. ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം 10 മിനിറ്റ്. അതിനുവേണ്ടി ഒരു പഴയ പാന് ഗ്യാസയിൽ വെച്ചിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, അടുക്കി പിടിക്കാത്തതുപോലെ ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയാകും. 10 മിനിറ്റ് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാവൂ. അരമണിക്കൂർ കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇങ്ങനെയായി. നമുക്കിനി സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല കളറുണ്ട്. ഇത് അച്ചാറിൻ്റെ കൂടെയും സലാഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബൈ.